അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വവും ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു കാര്യവുമാണ് എന്നും സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് തെളിവായി ഓതുകയും അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ തെളിവായി ഓതുകയും ചെയ്യുന്ന നബിദിനം ആഘോഷം എന്ന് പറയുന്ന പരിപാടി, അത് സലഫികൾ പറയുന്നു ബിദ്അത്താണ് എന്ന്, സമസ്തക്കാർ പറയുന്നു സുന്നത്താണ് എന്ന്. എന്നാൽ പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് സമസ്തക്കാർ സമ്മതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമസ്തക്കാർ നബിദിനത്തിന് തെളിവായി കൊണ്ടുവരുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ അവരുടെ വക ദുർവ്യാഖ്യാനിക്കുന്നതാണ് എന്നത് വ്യക്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഒരു മുസ്ലിയാർ നബിദിനം ആഘോഷം മുജാഹിദ് സമ്മേളനം പോലെയാണ് എന്ന രൂപത്തിൽ വലിയ ആനക്കാര്യം പോലെ ഒരു ചോദ്യവുമായി വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്ന് കേൾക്കാം. വഹാബികളെ അവസാന തടവാണ്. എന്താണ് അടവ്? മൗലിദ് എല്ലാം പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മൗലിദ് ചെല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ മങ്കൂസ് മൗലിദ് പോലെയുള്ള കാര്യങ്ങൾ ചെല്ലുന്നത് എപ്പം ചൊല്ലിക്കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. എന്നാൽ പ്രവാചകന്റെ മഹത്വം പറയലാണ് എങ്കിൽ അത് പറയണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ചോറെടുക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ചോറ് കൊടുക്കാൻ പാടില്ല. റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രത്യേക പരിപാടി, അത് പറ്റൂല. അതെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മഹത്വം പറഞ്ഞിട്ടില്ലാത്തൊരു മാസത്തിനും ഒരു തീയതിക്കും പ്രത്യേകത പറഞ്ഞുകൊണ്ട് അത് വലിയൊരു പുണ്യമുള്ള കാര്യമായിക്കൊണ്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതും രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ച് ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഒരു പുതിയ ആചാരം അനുഷ്ഠാനം കൊണ്ടുവന്ന് അത് സുന്നത്താണ്, വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ബിദ്അത്താണ്, അത് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അത് പ്രവാചകനോ സഹാബാക്കളോ ആചരിച്ചിട്ടില്ലാത്ത, ആഘോഷിച്ചിട്ടില്ലാത്ത, അനുഷ്ഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മതത്തിൽ കടത്തിക്കൂട്ടിയതാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എല്ലാ ദിവസവും മുത്തുനബിനെ സ്നേഹിക്കണ്ടേ? അതൊക്കെ ഓല് ചോദിക്കണത്. അതെ, എല്ലാ ദിവസവും മുത്ത് റസൂലിനെ സ്നേഹിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി നമുക്ക് വരച്ചു കാട്ടിത്തന്ന മഹാനായ നമ്മുടെ നേതാവിനെ നാം ദിവസവും സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിൽ പോലും പ്രവാചക സ്നേഹം പ്രകടമാകേണ്ടതുണ്ട്. ഒറ്റ ചോദ്യം. എന്താണാവോ ചോദ്യം? നിങ്ങൾ എന്തിനാ വാർഷിക സമ്മേളനം നടത്തുന്നത്? നമ്മുടെ സംഘടന എന്ന് പറയുന്ന ഒരു പ്രബോധന കൂട്ടായ്മയാണ്. അത് ചിലപ്പോൾ പ്രബോധനത്തിന്റെ ഭാഗമായി കൊണ്ട് സമ്മേളനങ്ങൾ നടത്തും. അത് വർഷത്തിൽ ഒരിക്കൽ നടത്തും, ഇല്ലെങ്കിൽ 2 വർഷം, ഇല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴൊക്കെ നടത്തും. 8-ാം വാർഷികം, 9-ാം വാർഷികം, 10-ാം വാർഷികം നടത്തണില്ലേ? ഉണ്ട്, നടത്താറുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ലല്ലോ, നടത്താറുണ്ട്. നിങ്ങൾ കണ്ടമാനം പോസ്റ്റുകളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കോളേജുകളിലൊക്കെ ആനുവൽ ഡേ നടത്തണില്ലേ? ഉണ്ട്, നടത്താറുണ്ട്, ഒരു സംശയമില്ല. അതൊക്കെ എവിടുന്ന കിട്ടി നിങ്ങൾക്ക്? അത് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യമാണ് എങ്കിൽ ഇത് നബിദിനം ആഘോഷം പോലെയുള്ള ഒരു ആഘോഷമായി ചെയ്യുന്നതല്ല. അതൊരു പ്രബോധന കൂട്ടായ്മയുടെ ഒത്തുചേരലും അതിന്റെ ഭാഗമായി കൊണ്ടുള്ള സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ ആയി കണ്ടാൽ മതി. അത് നബിദിനം ആഘോഷം പോലെയുള്ള ഒരു ആഘോഷമായിട്ട് ചെയ്യുന്നതാണ് എങ്കിൽ അതും ബിദ്അത്ത് തന്നെയാണ്. ഏത് നബിയാണ്, ഏത് സ്വഹാബത്താണ് ഇതിനൊക്കെ മാതൃകയുള്ളത്? എങ്കിൽ മുസ്ലിയാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, മുജാഹിദ് സമ്മേളനം പോലെയാണ് നബിദിനം ആഘോഷം എങ്കിൽ നിങ്ങൾ അതൊന്ന് തുറന്നു പറ. ഇവിടെ മുസ്ലിം സംഘടനകളൊക്കെ അവരുടെ സംഘടനയുടെ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. നബിദിനം ആഘോഷം പോലെയുള്ള ഒരു ആഘോഷമായി, ആചാരമായി, അനുഷ്ഠാനമായി ചെയ്യുന്നതല്ല. അതിനൊന്നും നബിദിനം ആഘോഷത്തിന് പറയുന്ന രീതിയിലുള്ള മഹത്വമോ പുണ്യമോ ഒന്നും പറയുന്നില്ല. അതൊക്കെ അവരുടെ സംഘടനയുടെ പ്രബോധനത്തിന്റെ ഭാഗമായോ ഇല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായോ നടക്കുന്ന സമ്മേളനങ്ങളാണ്. അതിനെ നബിദിനം ആഘോഷവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തുറന്നു പറ, മുജാഹിദ് സമ്മേളനം പോലെയാണ് നബിദിനം ആഘോഷം എന്ന്. സമസ്തക്കാർ അവരുടെ സംഘടനയുടെ സമ്മേളനം നടത്തുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ആനുവൽ ഡേ നടത്തുന്ന സമയത്ത് അതിന് നമ്മൾ ഈ രീതിയിൽ ബിദ്അത്താണ് എന്ന രീതിയിൽ ചോദ്യം ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഈ കാലം അത്രയും നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ നബിദിനം ആഘോഷത്തെ മുജാഹിദ് സമ്മേളനം പോലെയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് സമ്മേളനം പോലെ ആണ് എങ്കിൽ നിങ്ങൾ അതൊന്ന് തുറന്നു പറയുക. ഇവിടെ വിഷയം എന്താണ്? അള്ളാഹു പ്രവാചകനിലൂടെ പൂർത്തിയാക്കിയ മതത്തിൽ പുതിയൊരു ആചാരം കൊണ്ടുവരിക, പുതിയൊരു അനുഷ്ഠാനം കൊണ്ടുവരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഒരു മാസത്തിനൊരു പ്രത്യേകത പറഞ്ഞുകൊണ്ട്, ഒരു തീയതിക്ക് ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട്, അത് പ്രത്യേകമായ ഒരു ആഘോഷമായി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആഘോഷമായി കൊണ്ടുമാണ് നിങ്ങൾ ഇത് ആഘോഷിക്കുന്നത്. എന്നാൽ ഇത്രമാത്രം മഹത്വവും പുണ്യവും ഒക്കെയുള്ള ഈ ഒരു ആഘോഷം പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ആഘോഷിച്ചിട്ടില്ല, അവർക്ക് പരിചയമില്ല എന്ന് വരുമ്പോൾ ഇത് മതത്തിൽ അതിരുകവിച്ചലാണ് എന്നതിൽ എന്ത് സംശയമാണുള്ളത്? ഇങ്ങനെ പുണ്യം പറയുവാനും, ഇങ്ങനെ മഹത്വം പറയുവാനും, ഇങ്ങനെ ആഘോഷിക്കുവാനും, ഇങ്ങനെ ആചരിക്കുവാനും ഒക്കെ ആരാണ് നമുക്ക് പെർമിഷൻ തന്നിട്ടുള്ളത്? നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? ആവശ്യമില്ലാതെ. ദീൻ ഇവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതല്ലേ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട.
അതേ മതം പൂർത്തിയാക്കിയതാണ്. ആ മതത്തിലേക്ക് ആവശ്യമില്ലാതെ നമ്മളൊന്നും കൂട്ടേണ്ടതില്ല. കാരണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തിന് നാം പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരണം? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നെല്ലിക്കത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ SYS ബുക്സ് പുറത്തിറക്കിയ ഇസ്ലാം മതം എന്ന് പറയുന്ന പുസ്തകമാണ്. അതിന്റെ 171 പേജിൽ പറയുന്നത് എന്താണ്? മലക്കുകളെ കുറിച്ചുള്ള അവ്യക്തത നീക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ ഭാഗത്തിൽ എന്താണ് പറയുന്നത്? വേദഗ്രന്ഥങ്ങളും ദൈവിക സന്ദേശങ്ങളും പ്രവാചകന്മാരുടെ ബുദ്ധിയിൽ സ്വയം ഉദിച്ചു വരുന്നതാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. മറിച്ച് മലക്കുകൾ മുഖേനയാണ് അവർക്കത് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മലക്കുകളിൽ വിശ്വസിക്കാൻ നാം നിർബന്ധിതരായി. അതായത് പ്രവാചകന്മാർ അവരുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളല്ല നമുക്ക് മതമായി പഠിപ്പിച്ചു തന്നത്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്മാർ മതം പഠിപ്പിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് തുടർന്ന് പറയുന്നത് എന്താണ്? മതാചാര്യന്മാരുടെ മനസ്സുകളിൽ ഉദിച്ചു വരുന്നത് മതമായി അംഗീകരിച്ചാൽ നാം അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിച്ചവരാകുകയില്ല. കൃത്യമാണ്, വ്യക്തമാണ്. അതേ മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി നമുക്ക് എന്ത് പഠിപ്പിച്ചു തന്നോ അതാണ് നാം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത്. അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മഹാനായ നമ്മുടെ നേതാവാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. 2 പെരുന്നാളിനെ കുറിച്ച് മഹാനായ നമ്മുടെ നേതാവാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. സഹോദരങ്ങൾ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നബിദിനം ആഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന് പറയുന്ന ഡോക്ടർ വഹാബുദ്ദീൻ നദ്വിയുടെ പുസ്തകമാണ്. അതിൽ പറയുന്നത് എന്താണ്? ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടം ഹിജ്റ 362, 567 തങ്ങളുടെ ഭരണകാലത്ത് മൗലിദുൻ നബി ആഘോഷിച്ചിരുന്നു. പക്ഷെ ആദ്യമായി നബിദിനം ആഘോഷം നടത്തിയത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ഇർബൽ ഭരിച്ചിരുന്ന മുളഫർ അബു സയ്യിദ് കുക്കുംബുരിയാണെന്ന് ചരിത്രകാരന്മാരുടെ പക്ഷം എന്താണ്? ഇത് മുളഫർ രാജാവാണ് തുടക്കം കുറിച്ചത് എന്നാണ്. മുളഫർ രാജാവാണ് തുടക്കം കുറിച്ചത് എന്ന് താവ ഉസ്താദും എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് ഇതിന് ഇത്രമാത്രം മഹത്വവും പുണ്യവും സുന്നത്താണ് എന്നുള്ള വാദവും ഒക്കെ നിങ്ങൾ ഉന്നയിക്കുന്നത്? അതുകൊണ്ട് മുസ്ലിയാരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞിട്ടില്ലാത്ത ഒരു മാസത്തിനും ഒരു തീയതിക്കും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആചാരമാണ്, അനുഷ്ഠാനമാണ്, ആഘോഷമാണ് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ കൊണ്ട് ആവേശപൂർവ്വം ആഘോഷിപ്പിക്കുന്ന ഈ നബിദിനം ആഘോഷവും മുജാഹിദ് സമ്മേളനവും ഒരുപോലെയാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ അതൊന്ന് തുറന്നു പറയണം. നിങ്ങളുടെ നേതാക്കന്മാരോട് അത് പരസ്യമായി ഒന്ന് പറയാൻ വേണ്ടി പറയണം. ഇത്രമാത്രം മഹത്വവും പുണ്യവും ഒക്കെ പറഞ്ഞിട്ട് ആവേശപൂർവ്വം ആഘോഷിക്കുന്ന നബിദിനം ആഘോഷം മുജാഹിദ് സമ്മേളനം പോലെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ ഈ കാലമത്രയും സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചതൊക്കെ പച്ചക്കളവുകളായിരുന്നു എന്ന് സമ്മതിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.